കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. കാരണം ഈ പ്രചരിക്കപ്പെട്ട വീഡിയോ എന്ന് പറയുന്നില്ലേ, അതായത് മനോരമ ന്യൂസിലും വനിതയിലൊക്കെ വന്നു എന്ന് പറയുന്ന ആ ഒരു സാധനം, ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീഡിയോ ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്. ഇത് ഏത് വീഡിയോക്കകത്താണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇത് നിങ്ങൾ അപ്പൊ ഫുൾ വീഡിയോ കാണാതെയാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. ഇത് സംഭവം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബഷീർ ബാസിയുടെ ഭാര്യ ഒരു വീഡിയോ ഇട്ടു, 2 ഭാര്യമാരുണ്ട്, ഒരു ഭാര്യ വീഡിയോ ഇട്ടു. ഉടനെ കമന്റ് ബോക്സിൽ തുടങ്ങി അവളെ കൊണ്ട് ഇറങ്ങാൻ പോയി, നിന്നെ കൊണ്ടുപോയില്ല, അവര് സെറ്റ്. ആ ഒരു സാധനം പ്രചരിക്കപ്പെട്ടു. ബഷീർ ബാസി തിരിച്ചു വന്നിട്ട് സകലമായ റിയാക്ഷൻ ബ്ലോഗേഴ്സിനെതിരെ ഒരു ഇണ്ടാസ് അങ്ങോട്ട് അയച്ചു കൊടുത്ത്. എല്ലാണോ കേസ്, പോ നിനക്ക് കിട്ടിയോ, ഇല്ല ബാ അന്നാ പിടിച്ചോ, പോ നിനക്ക് കിട്ടിയോ, ബാ എന്നാ പിടി കേസ് എന്ന് പറഞ്ഞ എല്ലാത്തിനും ഓരോ കേസ് അങ്ങ് വിളിച്ചു കൊടുത്തു. ഈ കേസ് കിട്ടിയവരെല്ലാം പുള്ളിക്കാരനെ വിളിച്ച് അണ്ണ ക്ഷമിക്കണ എണ്ണ, പറ്റിപ്പോയ എണ്ണ എന്ന് പറഞ്ഞിട്ട് ക്ഷമാർപ്പണം നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. കൂടുതലായിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ബഷീർ ബാസിയുടെ വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ചാനലിൽ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യണോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുക. കാരണം നമ്മളത് ചെയ്തിട്ട് വ്യൂസ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ചെയ്യുന്നുമില്ല. ബിഗ് ബോസിന്റെ വീഡിയോ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെ, ഏത് തരത്തിൽ താല്പര്യമുണ്ട്, താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം ഇല്ല എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യുക. നമ്മൾ ആ റിയാക്ഷൻ പരിപാടി നിർത്തിയേക്കാം. ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. വിഷയം എന്ന് പറഞ്ഞാൽ, ബഷീർ ബാസിയുടെ ഒരു ഭാര്യ, 2 ഭാര്യമാരുണ്ട്. അതിലൊരു ഭാര്യ ഒരു വീഡിയോ ഇട്ടു. അവര് ഭർത്താവും ബഷീർ ബാസിയും മറ്റൊരു ഭാര്യയും കൂടെ ബാങ്കോക്കിലേക്ക് പോയിരിക്കുകയാണ് ഗായ്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടിട്ട് കമന്റ് ബോക്സിൽ ആൾക്കാർക്ക് അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് അവനെയും കൊണ്ട് പോയി, നിന്നെ തേച്ച് നീ പെട്ട്. ഈ ഒരു സാധനം കമന്റ് ബോക്സിൽ പ്രചരിച്ചു തുടങ്ങി. ഈ പ്രചരിച്ചു തുടങ്ങിയ സമയത്ത് ഒരുപാട് റിയാക്ഷൻ ബ്ലോഗേഴ്സ് വീഡിയോ ഇട്ടു. റിയാക്ഷൻ ബ്ലോഗേഴ്സ് വീഡിയോ ഇട്ടതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പേ നമുക്ക് അവരുടെ ആ ഒരു ഒറിജിനൽ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അല്ലേ? യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും പിള്ളേർ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു സർപ്രൈസ് എന്ന് പറയണോ, എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല. മഷു വീഡിയോ എടുക്കണുണ്ട്, എന്തായാലും പോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇടുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾ അറിയണമായിരിക്കും. മഷുവും ബഷീയും ഇബ്രും ബാങ്കോക്കിലാണ് ഗൈസ്. അവർ ബാങ്കോക്കിലാണ് ഗൈസ്. ഇതാണ് ആദ്യം തുടങ്ങിയ പ്രശ്നം. ഇതിനെ തുടർന്ന് പല ആളുകളും കമന്റ് ഇട്ടു, ചിരിയിൽ തന്നെ ഒരു വിഷമമുണ്ട് കേട്ടോ, ഒരു നിരാശ കാണുന്നുണ്ട് കേട്ടോ, അവർ രണ്ടും കൂടെ പോയി, നിന്നെ കൊണ്ടുപോയില്ലേ, പാവം ഇവരെ കൊണ്ടുപോയില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കമന്റ് ബോക്സിൽ വന്നത്. അപ്പൊ ഇതിനെ തുടർന്ന് നമ്മൾ നിർത്തിയ സാധനം, റിയാക്ഷൻ ബ്ലോഗേഴ്സ് വീഡിയോ ഇട്ട് തുടങ്ങി. സ്വാഭാവികമായിട്ടും വ്യൂസ് വന്നതിനെ തുടർന്ന് പല ആളുകളും ഈ വിഷയത്തിൽ പലതരത്തിൽ സംസാരിച്ചു തുടങ്ങി. സ്വാഭാവികമായിട്ടും പലരും ബഷീർ ബാസിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു തുടങ്ങി. ഈ വിഷയത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. അതിന് കാരണം എനിക്കിതിനകത്തൊന്നും തോന്നിയില്ല. അതായത് അദ്ദേഹം 2 ഭാര്യമാരെ കെട്ടി കല്യാണം കഴിച്ചു, അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എവിടെ പോയാലും മറ്റേ ഈർക്കിലി കെട്ടുന്ന പോലെ നമ്മൾ 3 പേരും കൈ പിടിച്ചിട്ട് നമ്മൾ എവിടെ പോയാലും പെങ്ങളെ കെട്ടിയ സ്ത്രീ തന്നെ തുക്കത്തരുമോ അളിയ എന്ന് പറഞ്ഞ് പോകണമെന്നൊരു അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തിന് സിംഗിൾ ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അദ്ദേഹം പോവും. അവർക്ക് 2 പേർക്ക് കൂടെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവർ പോവും. ഈ ഭാര്യമാർക്ക് 2 പേർക്കും കൂടെ പോകണം, അതൊക്കെ അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യമല്ലേ. ഇതിനകത്ത് ഇവര് എന്നെ കളഞ്ഞിട്ട് അവര് പോയി, എനിക്ക് പരാതി ഉണ്ട് അല്ലെങ്കിൽ അവര് എന്നെ കൊണ്ടുപോയില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞെങ്കിലേ നമുക്ക് ഇതിനകത്തൊരു വോയിസ് ഉള്ളൂ. ഇതിനകത്ത് അങ്ങനെ ഒരു വോയിസിന്റെ കാര്യമില്ല. അവരൊരു സ്വന്തമായിട്ട് എന്തോ ഒരു സ്റ്റോർ തുടങ്ങുന്നു, അതിന്റെ ആവശ്യത്തിന് ബാങ്കോക്കിൽ മെറ്റീരിയൽസ് നോക്കാൻ പോയി. അതിന് അവർ 2 കൂടെ അല്ലേ പോകുന്നത്? ഇല്ല, എവിടെ പോയാലും നമ്മൾ 3 പേരും കൂടെ പോകണം എന്ന അഭിപ്രായം എനിക്കില്ല. ചിലപ്പോൾ ചിലവ് ചുരുക്കാനായിട്ടായിരിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹണിമൂൺ ട്രിപ്പ് എന്നുള്ള രീതിയിലായിരിക്കും. തിരിച്ചു വന്നിട്ട് ഇവരെ കൊണ്ട് പോകത്തില്ലെന്ന് ആരുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. എനിക്ക് ഇതിനകത്തൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല, ഞാനിത് റിയാക്ട് ചെയ്തതുമില്ല. പക്ഷെ പല ആളുകളും റിയാക്ട് ചെയ്യുകയും വലിയ രീതിയിലുള്ള വ്യൂസ് ഉണ്ടാകും. ആ വ്യൂസിനെ പിടിച്ച് അവന്റെ റിയാക്ഷൻ വീഡിയോ ആണ് ഇവൻ ചെയ്ത്, ഇവന്റെ റിയാക്ഷൻ വീഡിയോ ആണ് അവൻ ചെയ്ത്, അവന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് അവൻ കണ്ട്, അങ്ങനെ ചെയ്തങ്ങ് ചെയ്തു പോയപ്പോൾ ഈ ബഷീർ ബാസി തിരിച്ചു വന്നിട്ട് എല്ലാത്തിനും കൊടുത്തൊരു ഇൻഡാസ്, കേസ് കിട്ടിയോ, വാ ഇല്ല അന്നാ പിടിച്ചോ കേസ് കിട്ടിയോ, ഇല്ല വാ അന്നാ പിടിച്ചോ കേസ് എന്ന് പറഞ്ഞ റിയാക്ഷൻ വീഡിയോസിനെ എല്ലാം നേരത്തെ പിടിച്ചുകൊണ്ട് കേസ് കൊടുത്ത സമയത്ത് ചില ആളുകൾ വിളിച്ചിട്ട് മറ്റേ ആടിനകത്ത് പറയല്ലോ ചെമ്പം വിനോദ്, അതേപോലെ ആദ്യം രൗദ്രഭാവത്തിൽ നിന്നിട്ട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ബഷീർ ബാസിയുടെ കേസ് ഫയലിംഗ് കാര്യങ്ങളൊന്ന് കണ്ടുനോക്കാം. ഹൈക്കോടതിയിലെ അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, കിടില അഡ്വക്കേറ്റ് ആണ്. മുമ്പ് പണ്ട് ഇതുപോലെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി അഡ്വക്കേറ്റ് ആണ്. വേണ്ട രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. കൊടുക്കേണ്ട പണി നല്ല രീതിയിലൊക്കെ തന്നെ കൊടുക്കും. കൊടുക്കേണ്ട പണി നല്ല രീതിയിലെല്ലാം കൊടുക്കും. അതായത് നോർമലി റിയാക്ഷൻ ബ്ലോഗേഴ്സിനെതിരെ അല്ലെങ്കിൽ ആർക്കെതിരെ യൂട്യൂബേഴ്സിനെതിരെ കേസ് വരുന്നതെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുക്കും, പോലീസുകാരെ വിളിപ്പിക്കും, അവിടെ സംസാരിച്ച് എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി വിശാല മനസ്കനായ ആശാൻ അവനോട് ക്ഷമിച്ചങ്ങ് വിടും.
പക്ഷേ ബഷീർ ബാസി മറുകണ്ഠം ചാടി ചിന്തിച്ചു. നേരെ ഹൈക്കോടതി കൊണ്ട് ഇൻഡാസ് അങ്ങോട്ട് കൊടുത്ത് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എൻക്വയറി വന്ന് അങ്ങനെ പോകുന്ന രീതിയിലേക്ക് ചെയ്തു. എനിക്ക് ഈ ബഷീർ ബാസി ചെയ്ത ഒരു വേ ഓഫ് പാറ്റേൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ കുടുംബത്തിനെതിരെ മോശമായ പരാമർശം വന്നു, പുള്ളിയുടെ മക്കളെക്കുറിച്ച് വരെ മോശമായിട്ട് സംസാരിച്ചു തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹം ഇത് ലീഗലി മൂവ് ചെയ്യണമെന്ന് ചിന്തിച്ചു. ഇത്രയും നാൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് പ്രതികരിക്കാത്ത ആൾ ഒരു 1.5 പ്രതികരണം അങ്ങോട്ട് നടത്തി. ഇതാണ് പ്രതികരണം. പുള്ളിയുടെ ആ ഒരു പ്രതികരിച്ച രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്മി കയസ്, മൂപ്പൻസ് വ്ലോഗ്, വിവി ഹിയർ, അതുൽ ബ്ലോഗ്സ്, ഡാനി സത്യൻ എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊട്ടിട്ടില്ല കേട്ടോ, നമ്മൾ ഈ വിഷയത്തിൽ തൊട്ടിട്ടില്ല. എനിക്കിത് വലിയ സാധനമായിട്ട് തോന്നിയിട്ടില്ല. ഞാനിതെല്ലാം കണ്ടിരുന്നു, ഞാൻ അനന്തൻ്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു, പക്ഷേ ഞാൻ അതിനകത്ത് തൊട്ടില്ല. അപ്പോൾ കയസ് ചെയ്ത ചില സാധനങ്ങൾ ഇദ്ദേഹത്തിന് വല്ലാണ്ടങ്ങ് കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. കേസ് കൊടുത്ത കൂട്ടത്തിൽ കയസുണ്ട്. കയസിനെതിരെ പറയുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്ത് വന്ന ടൈമിലാണ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊന്നും ഒതുങ്ങില്ല, ഇനിയുള്ള ദിവസങ്ങളിലും ഓരോരുത്തർക്ക് ഉണ്ടാവുന്നു. അതാണ് ഇറ്റ്സ് മീ കായ്സ്. അപ്പൊ കായ്സ് ആണ് അടുത്ത ഭാഗ്യശാലി. കൺഗ്രാജുലേഷൻ. അപ്പൊ കൈസണിന് ലോട്ടറി അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൈസണിന് ഇപ്പം നല്ല ബെസ്റ്റ് സമയമാണ്. ഷാജിദേവായിട്ട് വള്ളി പിടിക്കുന്നു, ഇദ്ദേഹമായിട്ട് വള്ളി പിടിക്കുന്നു, മൂപ്പനുമായിട്ട് വള്ളി പിടിക്കുന്നു. വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-4 വള്ളി ഇങ്ങനെ തൂങ്ങി വരും. അതാണ് കൈസിന്റെ ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. പുള്ളി തൊടുന്നതെല്ലാം, മിന്നുന്നതെല്ലാം പൊന്നെന്ന് പറയുന്നത്, തൊടുന്നതെല്ലാം ടാർസം പിടിച്ച വള്ളികളാണ്. നമുക്ക് കൈസിനെ കുറിച്ച് പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. അതായത് കൈസ് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെൻഷനെ കുറിച്ച് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. നിനക്ക് നീ തന്നെ പറഞ്ഞു, നീ ഇന്നലെ ഒരു വീഡിയോ ഇട്ടതിൽ ഇങ്ങനെ പറയണ്ടായിരുന്നു എന്റെ ഭാര്യനോട് ഞാനിങ്ങനെ ചുമ്മാ തമാശക്ക് ഒന്നും കൂടെ കെട്ടിക്കോട്ടെ. അപ്പൊ നിനക്ക് ആഗ്രഹമുണ്ട് കെട്ടിക്കോട്ടെ അല്ലെ? അപ്പൊ നിനക്ക് ആഗ്രഹമുണ്ട്, നിനക്ക് ഒരെണ്ണം കൂടെ കെട്ടണതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരെണ്ണം കൂടെ കെട്ടാനോ? എന്റെ പൊന്നെണ്ണ, ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വീണ്ടും തിളച്ച എണ്ണക്കകത്തോട്ട് എടുത്ത് ചാടുമെന്ന് തോന്നുന്നുണ്ടോ? ചാടുന്നവരുണ്ടാവില്ലയോ? ചാടുന്നവർ ചാടട്ടെ. അപ്പൊ കയസ് ഇത് ട്രോളി പറഞ്ഞൊരു സാധനമായിരിക്കാം. ഞാൻ കയസിന്റെ വീഡിയോയിൽ ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ ഇതെനിക്ക് പറയാൻ തോന്നിയെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഒരു ഭർത്താക്കന്മാരുടെ മാനസികാവസ്ഥ വെച്ചിട്ട് ഒരു കല്യാണം കഴിച്ചെടുത്താൽ വീണ്ടും ഒന്ന് കിട്ടണമെന്ന് തോന്നുമോ? ഇത് പൊന്നളിയാ, നിന്റെയൊക്കെ ചങ്കൂറ്റം. ഒരു ആന കുത്താൻ വന്നാലും നെഞ്ചും പിരിച്ച് നിൽക്കുന്ന നിന്റെയൊക്കെ ആ ധൈര്യം ഉണ്ടല്ലോ. ഹാറ്റ്സ് ഓഫ് മച്ചന്മാര്. അത് പറയാനായിട്ടാണ് നമ്മളിത് പറഞ്ഞത്. അങ്ങനെ ഇദ്ദേഹം പലർക്കെതിരെയും കേസ് കൊടുത്തു. ഈ കേസിനെ തുടർന്നിട്ട് വിവി ഹിയർ ആദ്യം ഇദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചു, മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് ആദ്യം വിവി പറയുന്നത് കേട്ടിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറയാം. ബ്രോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ കേക്ക് ബ്രോ. ആദ്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നെഗറ്റീവായിട്ട് റിയാക്ഷൻ ചെയ്യുന്നവരെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എല്ലാ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് അടച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഞാൻ നെഗറ്റീവായിട്ട് റിയാക്ഷൻ ചെയ്യണം. ഞാൻ ബ്രോന്റെ കാര്യം പറയാൻ എന്താ വെച്ചാൽ, ബ്രോന്റെ തമ്മിൽ എന്തായിരുന്നു? ബ്രോ തമ്മിൽ എന്താണ് കൊടുത്തത്? ബ്രോ കൊടുത്തത് എന്താ പറയാ, ഞങ്ങൾ വേർപിരിഞ്ഞു. പക്ഷേ നീയൊക്കെ ആരാണ് ചോദിക്കുക? ഞങ്ങൾ വേർപിരിഞ്ഞു എന്നുള്ളൊരു സാധനം കൊടുത്തിട്ടുണ്ടാണ്. എന്നെയും എന്റെ ഭാര്യമാരെയും ചേർത്തിട്ട് ഞങ്ങൾ വേർപിരിഞ്ഞു എന്നുള്ളൊരു സാധനം കൊടുത്തു. അതാണ് ബ്രോ അത് അക്സെപ്റ്റ് ചെയ്യണില്ലേ? അതാണ് കാര്യം. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു വീഡിയോ പിന്നെ അത് ക്ലിക്ക് ചെയ്ത് നോക്കാൻ തോന്നുമോ? ഇത് ബഷീർ ബാസിയുടെ സൈഡിൽ ചിന്തിക്കുമ്പോഴത്തേനും ഇത് വളരെ ന്യായമായിട്ടൊരു സാധനമാണ്. നെഗറ്റീവായിട്ടൊരു തമ്മിൽ ഇട്ടു. അപ്പം കാണുന്ന ഒരാൾ തമ്മിൽ കണ്ടിട്ട് അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞോ എന്ന് തോന്നില്ലേ എന്നൊരു സാധനമാണ് ബഷീർ ബാസി കൊടുക്കുന്നത്. പക്ഷേ വിവിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ആസ് എ റിയാക്ഷൻ ബ്ലോഗർ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് വിവി ചെയ്തതിനകത്ത് അത് ശരിയാണെന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രക്രിയയും കൂടെ അതിനകത്തുണ്ട്. ഒരു നെഗറ്റീവ് തമ്മിൽ ഇടുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടാത്ത തമ്മിൽ ഇടുകയോ ചെയ്താലേ അതിനകത്ത് ക്ലിക്ക് വരത്തുള്ളൂ. അവനിട്ട് കണ്ട് പിന്നെ ഞാനും അതേ സെയിം സാധനം തന്നെ ഇട്ടാൽ ക്ലിക്ക് വരത്തില്ല. ക്ലിക്ക് ബൈറ്റിന് വേണ്ടി വിവി ചെയ്തതായിരിക്കാം. പക്ഷേ വിവി അപ്രോച്ച് ചെയ്തൊരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിവി ബ്രോ അടിപൊളി. അതായത് കറക്റ്റായിട്ട് അദ്ദേഹത്തിന് നമ്പർ അയച്ചു കൊടുത്ത് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച് ആ വിഷയത്തെ വളരെ മെച്യൂർഡായിട്ട് വളരെ മാന്യമായിട്ട് തീർക്കാൻ വിവിയെ കൊണ്ട് സാധിച്ചു. ഒരിക്കലും ഞാൻ പറയത്തില്ല കുത്താൻ വരുന്ന ആനയുടെ മുമ്പിൽ നെഞ്ചും പിരിച്ചു കുത്തിയിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ ആന കുത്തി പെറുക്കി വെളിയിൽ കളഞ്ഞിട്ട് ആനയുടെ പാട്ടിന് പോകും. ഞാൻ ഒരിക്കലും അതിനെ റെക്കമെൻഡ് ചെയ്യില്ല. വിവി അപ്രോച്ച് ചെയ്ത രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വിവി വിളിച്ച് സംസാരിക്കുകയും തെറ്റിദ്ധാരണകൾ മാറ്റുകയും അദ്ദേഹത്താൽ സംഭവിച്ച തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള രീതിയിലുള്ള സംഭാഷണം നടത്തുകയും ആ പ്രശ്നങ്ങളെ സ്മൂത്ത് ആയിട്ട് തീർക്കാനും പറ്റി. വിവിക്കെതിരെയുള്ള കേസ് ഇദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. അവർ തെറ്റ് മനസ്സിലാക്കണം, ഇനി എന്നെക്കുറിച്ച് അവർ ചെയ്യാൻ പാടില്ല, അല്ലെ അവരെന്റെ പുറകെ വരണം, ഇതെല്ലാം സംഭവിക്കുകയും ചെയ്തു. വിവിയുടെ കാര്യം നടന്നു, എനിക്കെതിരെ കേസ് ഒന്നുമില്ല, ഞാൻ വിളിച്ച തെറ്റിദ്ധാരണകൾ തീർത്തു, നല്ല രീതിക്ക് അത് ഹാൻഡിൽ ചെയ്ത് തീർക്കപ്പെട്ടു. ഇനി ഇതിനകത്ത് മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ തനുജയ്ക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അവരെ വിളിച്ച് സംസാരിക്കാനിടയായി. അവരെ വിളിച്ച് ഞാൻ സംസാരിച്ച് ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം തീർത്തു. അപ്പോൾ അതുകൊണ്ട് ഇത് മോശമായിട്ട് സാധനമൊന്നും തോന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. എൻ്റെ കാര്യങ്ങൾ അവിടോട്ടും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവരുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ എന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നല്ല രീതിയിൽ ഞങ്ങളൊരു സംസാരം ഉണ്ടായി. നമ്മളൊരാളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഞാൻ വള്ളി പിടിക്കും, കേസ് കൊടുക്കണം, അതിനകത്ത് കാര്യമില്ല. നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗമായിട്ട് എനിക്ക് തോന്നുന്നത്.
ഇനി ഇദ്ദേഹം വിളിച്ച് സംസാരിച്ചപ്പോൾ മൂപ്പൻ ബ്ലോഗ്സിന് വിവി നമ്പർ കൊടുത്തിട്ട് മൂപ്പൻ ബ്ലോഗ് വിളിച്ച് സംസാരിച്ചു. മൂപ്പനെ അറിയാലോ, ഇപ്പോൾ ഒരു നന്മ മരമായിട്ടാണ് എല്ലാവരും കാണുന്നത്. മൂപ്പൻ വിളിച്ച് സംസാരിച്ചപ്പോൾ മൂപ്പൻ ഒരു വലിയ മിസ്റ്റേക്ക് പറ്റി ആ വീഡിയോക്കകത്ത് സംസാരിച്ചപ്പോൾ. നമുക്ക് മൂപ്പൻ വിളിച്ച് സംസാരിക്കുന്നത് കൂടെ ഒന്ന് കേട്ടോ. കണ്ടിട്ടുണ്ടോന്നറിയില്ല. കാരണം ഈ പ്രചരിക്കപ്പെട്ട വീഡിയോ എന്ന് പറയുന്നില്ല, അതായത് മനോരമ ന്യൂസിലും വനിതയിലൊക്കെ വന്നു എന്ന് പറയുന്ന ആ ഒരു സാധനം, ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീഡിയോ ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്. ഇത് ഏത് വീഡിയോക്കകത്താണ് വരുന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇത് മൂപ്പന്റെ സൈഡിൽ നിന്ന് വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൂപ്പനെ പോലെ ഇത്രയും റെസ്പോൺസിബിൾ, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനെ വിമർശിക്കില്ല, അദ്ദേഹത്തിനൊന്നും വിമർശിക്കാൻ ഞാൻ ആളുമല്ല. പക്ഷെ ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്ന, ഇത്രയും ആൾക്കാർ കാണുന്ന ഇത്രയും വലിയൊരു റിയാക്ഷൻ ബ്ലോഗർ ഒറിജിനൽ വീഡിയോ കണ്ടില്ല, അവിടെ കണ്ടതെടുത്ത് ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മൂപ്പനുമായിട്ട് എനിക്ക് കോൺടാക്ട് ഉണ്ട് കേട്ടോ, മൂപ്പനുമായിട്ട് എനിക്ക് കോൺടാക്ട് ഉണ്ട്, അദ്ദേഹം എന്നെ വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ഈ വിഷയത്തെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ, ഞാൻ 20,000 സബ്സ്ക്രൈബറോളം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേനും ആ വീഡിയോയുടെ ഒറിജിനൽ സോഴ്സ് കണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇന്ന് വരെ എല്ലാ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അവരുടെ നിന്ന് കണ്ടതിൻ്റെ മാത്രം വെളിച്ചത്തിൽ ഞാൻ ചെയ്തിട്ടേ ഇല്ല, ഒറിജിനൽ വീഡിയോ കണ്ടിട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മൂപ്പൻ ആ വനിതയിൽ വന്നൊരു ആർട്ടിക്കിൾ, അല്ലെ മനോരമയിൽ വന്നൊരു ആർട്ടിക്കിളിൻ്റെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ആ വീഡിയോ ചെയ്തതെന്ന് പറയുന്നത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മൂപ്പനെ പോലെ ഇത്രയും വ്യൂവർഷിപ്പ് ഉള്ള, ഇത്രയും അധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ള, സോഷ്യലി ഇത്രയും അക്സെപ്റ്റൻസ് ഉള്ള ഒരാൾ അങ്ങനെ ചെയ്തത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരിച്ചറിയുകയും അത് പറഞ്ഞ് സോൾവ് ചെയ്യുകയും ചെയ്തു. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങളെല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായാലും കാണുന്നവരായാലും ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ നോക്കുക. ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല. അപ്പോൾ ചോദിക്കും ഈ എന്തോ യൂട്യൂബിൽ ഉണ്ടാക്കിയതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷേ നമ്മുടെ മൊത്തം റിയാക്ഷൻ ബ്ലോഗേഴ്സിന്റെ ക്രെഡിബിലിറ്റിയാണ് ഈ ഒരു വിഷയത്തിൽ നശിച്ചു പോയത്. ബാക്കിയൊക്കെ മൊത്തം പറയാം. അതായത് ബ്രോ വീഡിയോ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ കാണാണ്ടാണ് വീഡിയോ ചെയ്തത്. അതായത് ആ പ്രചരിക്കപ്പെട്ട വീഡിയോ അല്ലേ, ആ ഒരു സംഭവം മാത്രം ബ്രോ ഇന്നലെ പറയുന്നുണ്ടല്ലോ ഒരു അതൊരു വലിയ പ്രശ്നമാട്ടോ. അപ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലേക്ക് ഒരു തെറ്റിദ്ധാരണയാണ് പോയത്. പക്ഷേ മൂപ്പൻ ഈ പറയുന്ന പോലെ ആ തെറ്റ് തിരുത്താൻ ശ്രമിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. ഇപ്പോൾ ഈ ബഷീർ ബാസി പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട്, ചില ആളുകൾക്കെതിരെയുള്ള കേസ് ഞാൻ പിൻവലിച്ചു, ഈ മൂപ്പനെതിരെയുള്ള കേസ് പിൻവലിച്ചു, വിവിക്കെതിരെയുള്ള കേസ് പിൻവലിച്ചു, പക്ഷെ ചില ആളുകൾക്കെതിരെയുള്ള കേസ് ഞാൻ പിൻവലിക്കില്ല. കാരണം ഇപ്പോഴും വീണ്ടും അവരുടെ ചാനലിൽ വീണ്ടും ഈ ബഷീറിനെതിരെയുള്ള വെല്ലുവിളികൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനു വേണ്ടി കേസ് എടുത്ത് തലക്കോട്ട് വെക്കുന്ന അത്ര വലിയ അംഗീകാരമാണോ എന്നും എനിക്കറിയാൻ പാടില്ല. അതിൽ നല്ല കാര്യമാണ് ഈ വീഡിയോ കാണുന്ന ആരുടെ വീഡിയോ കാണുന്ന ആളുകളും നിങ്ങളും അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അതിനെ വിശ്വസിക്കുക, മൂല്യനിർണ്ണയം നടത്തുക. തലച്ചോറുള്ളവർ ദയവ് ചെയ്ത് ഉപയോഗിക്കുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. എനിക്ക് ബഷീർ ബാസിയുടെ ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, വിവിയുടെ അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, മൂപ്പൻ്റെ അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇത്തരം സാധനങ്ങൾ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്ത് മറ്റു വീഡിയോ